Hello, dear children. Welcome back to SS Online Class. Today we are discussing about the last topics in this chapter, Chapter 11, Sunita in Space. സുനിത ഇൻ സുനിത സ്പേസിൽ പോയപ്പോൾ അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അത് ഏതൊക്കെ ആയിരുന്നു, വാട്ട് ഹാപ്പൻ ഇൻ സ്പേസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് സ്പേസിൽ നിന്ന് കാണുമ്പോൾ, അതുപോലെ എർത്ത് ടു സ്പേസിലേക്ക് എത്ര കിലോമീറ്റർ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, 360 കിലോമീറ്ററൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുനിതാസ് എക്സ്പീരിയൻസസ് ഓഫ് ലിവിങ് ഇൻ സ്പേസ്, അവിടുത്തെ ഉണ്ടായിരുന്ന ഓരോ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ഇസ്ൻറ്റ് ഇറ്റ് അമേസിങ് എന്ന ടോപ്പിക്കായിരുന്നു. അതിൽ നമ്മൾ രണ്ട് മാജിക് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേർ ആർ ദ ലൈൻസ്, നമ്മൾ കാണുന്ന മാപ്പിലും ഗ്ലോബിലൊക്കെ കാണുന്ന ലൈൻസ് എവിടെയാണെന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ആളുകളോട് വരച്ച് സെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടുഡേ വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ലൈനിൽ പറഞ്ഞപ്പോൾ ഉസൈറ പറയുന്നു, ഇഫ് വി ഗോ ഫ്രം ഡൽഹി ടു രാജസ്ഥാൻ, ഞങ്ങൾ എന്ത് ചെയ്യും, ഡൽഹി ടു രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ആ ലൈൻ അവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക്, ലുക്ക് അറ്റ് ദ മാപ്പ് ഗിവൺ ഇൻ ദിസ് ബുക്ക് ആൻഡ് ടെൽ. ബുക്കിൽ തന്നിട്ടുള്ള മാപ്പ് അത് നോക്കിയിട്ട് പറയാം. നമ്മുടെ ബുക്സിൽ മാപ്സ് ഉണ്ടാവുമല്ലോ, ആ മാപ്പ് നോക്കിയിട്ട് എന്തൊക്കെ പറയണം. ഫസ്റ്റ്, ക്യാൻ യു ഫൈൻഡ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് യു ലിവ്, റൈറ്റ് ഇറ്റ്സ് നെയിം ഓൺ ദി മാപ്പ്. മാപ്പ് നോക്കിയിട്ട് പറയാം, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതെന്ന് കണ്ടെത്തി പറയുക. റൈറ്റ് ഇറ്റ്സ് നെയിം ഓൺ ദി മാപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ മാപ്പിൽ അതിൻ്റെ പേരെന്താണോ അത് എഴുതി വെക്കാം. സെക്കൻഡ്, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് നെക്സ്റ്റ് ടു ദ സ്റ്റേറ്റ് യു ലിവ് ഇൻ. നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്. അപ്പം മാപ്പ് നോക്കിയിട്ട് ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ആ മാപ്പിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അത് കണ്ടെത്തുക. ആ സ്ഥലത്തിൻ്റെ പേര്, അതായത് ആ സ്റ്റേറ്റ് ആണെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് സ്റ്റേറ്റ് അടയാളപ്പെടുത്തുക. സെക്കൻഡ്, നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെ. തേർഡ്, ഹാവ് യു ബീൻ ടു എനി അതർ സ്റ്റേറ്റ്. നിങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ. ഹാവ് യു ബീൻ ടു എനി അതർ സ്റ്റേറ്റ്, ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ. ഫോർത്ത്, ഷഹ്മീർ തിങ്സ് ദാറ്റ് ദർ ആർ ലൈൻസ് ഡ്രോൺ ഓൺ ദി ഗ്രൗണ്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. വാട്ട് ഡു യു തിങ്ക്. ഷഹ്മീർ എന്ത് ചെയ്യുക, ചിന്തിക്കുകയാണ്. ഷഹ്മീർ ചിന്തിച്ചു. ദാറ്റ് ദർ ആർ ലൈൻസ് ഡ്രോൺ ഓൺ ദി ഗ്രൗണ്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റുകൾ തമ്മിലുള്ള നീളം വരച്ച ആ ഒരു വരകളുണ്ടെന്ന് ഷഹ്മീർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അങ്ങനെ ഒരു ലൈൻ ഉണ്ടോ, നിങ്ങൾ എന്തു ചിന്തിക്കുന്നു. വെൻ സുനിത സോ ദ എർത്ത് ഫ്രം സ്പേസ് ഷീ ഫൗണ്ട് ദ എർത്ത് വെരി ബ്യൂട്ടിഫുൾ. സ്പേസിൽ നിന്നും സുനിത എന്ത് ചെയ്യുക, എർത്തിലേക്ക് നോക്കുമ്പോൾ എർത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയതായിട്ട് അവൾ കണ്ടു. മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നിയപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു. ആസ് ഷീ ഡിസ്ക്രൈബ്സ് ഇറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവരുടെ മനസ്സിലേക്ക് സ്പേസിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ എർത്ത് വളരെ ബ്യൂട്ടിഫുള്ളായി തോന്നിയെന്ന് സുനിത പറയുകയാണ്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അവരുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. അതെന്തൊക്കെയാണ് പറയുക. ഷീ ഡിസ്ക്രൈബ്സ് ഇറ്റ്. അവർ തോന്നിയ ചിന്തകൾ പറയാം. ഫ്രം സോ ഫാർ അവേ എന്താണ്, ഫ്രം സോ ഫാർ അവേ വൺ ക്യാൻ
only make out the land and the sea. ദൂരെ നിന്ന് ഒരാൾക്ക് എന്താണ് കരയും കടലും മാത്രം കാണാൻ കഴിയൂ എന്ന് പറയാണ്. വൺ cannot see the different countries. എന്താണ് ഓരോ ആൾക്ക് വ്യത്യസ്ത കൺട്രീസിലെ പല രാജ്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഡിവിഷൻ ഇൻ ടു കൺട്രീസ് ഹാസ് ബീൻ ഡൺ ബൈ അസ്. അത് എന്ത് ചെയ്തു, ഒരു ഡിവിഷൻ ഇൻ ടു കൺട്രീസ് ഹാസ് ബീൻ ഡൺ ബൈ അസ്. നമ്മൾ കൺട്രീസിലേക്കുള്ള വിഭജനം ഞങ്ങൾ ചെയ്തു. ഓൾ ദി ലൈൻസ് ഓൺ ദി മാപ്സ് ആർ മെയ്ഡ് ബൈ അസ്. അതെന്താണ്, എല്ലാ വരികളും ആ മാപ്പിലുള്ളത് എല്ലാ ലൈൻസും ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. ദേ ആർ ഇൻ അവർ മൈൻഡ്സ്. എന്താണ്, ഞങ്ങളുടെ മനസ്സിൽ ഉള്ളതിനനുസരിച്ച് ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഓരോ ലൈൻസും. ഐ വിഷ് വി ഓൾ തിങ്ക് അബൌട്ട് ദിസ്. വേർ ആർ ലൈൻസ് റിയലി. നമ്മളെന്ത് ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാനില്ല, ശരിക്കും അങ്ങനെ ഒരു വരികളുണ്ടോ എന്നതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ സുനിത പറയാണ്, സ്പേസിൽ നിന്ന് നമ്മുടെ എർത്തിലേക്ക് നോക്കുമ്പോൾ എർത്ത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ വരികയാണ്. എന്തൊക്കെയാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്, മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ താഴെ ലാൻഡും സീയും മാത്രം കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ ഈ കൺട്രീസൊന്നും ഓരോന്നൊന്നും ഡിവൈഡായിട്ട് കാണാൻ കഴിയില്ല. അതുപോലെ ഓരോ കൺട്രീസിലേക്കുള്ള മാപ്പിലുള്ള ആ ലൈനൊക്കെ എന്താണ്, ഞങ്ങൾ മാപ്പിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ സ്കൈ. സ്കൈയിലേക്ക് നോക്കാം. ഷഹ്മിർ, ഹി ക്ലോസ് വൺ ഐ ആൻഡ് മൂവ്സ് ദ കോയിൻ ബാക്ക് ആൻഡ് ഫോർത്ത് വൈ ലുക്കിംഗ് അറ്റ് ദ മൂൺ. ലുക്ക്, ഐ ക്യാൻ ഹൈഡ് ദ മൂൺ ബിഹൈൻഡ് ദിസ് കോയിൻ. അപ്പോൾ എന്താണ് ഷഹ്മിർ പറയുന്നത്, ഹി ക്ലോസസ് വൺ ഐ ആൻഡ് മൂവ് ദ കോയിൻ ബാക്ക് ആൻഡ് ഫോർത്ത് വൈ ലുക്കിംഗ് അറ്റ് ദ മൂൺ. ഷഹ്മിർ തൻ്റെ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് മൂണിനെ മറക്കുകയാണ്. നമ്മളുണ്ടല്ലോ ആ കോയിൻ വെച്ചിട്ട് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് മൂണിനങ്ങനെ മറച്ച് നമ്മൾ കാണാത്ത രീതിയിൽ പിടിക്കുകയാണ്. എന്നിട്ട് നോക്ക്, ഐ ക്യാൻ ഹൈഡ് ദ മൂൺ ബിഹൈൻഡ് ദിസ് കോയിൻ. ഞാൻ എന്ത് ചെയ്തു, ഈ മൂണിനെ ഈ കോയിൻ്റെ പിന്നിലേക്ക് ആക്കിയിട്ട് ഞാൻ മൂണിനെ മറച്ചു പിടിച്ചു എന്ന് പറയുക. അപ്പോൾ ഉസൈർ എന്ത് പറയും, വാവ്, ഇമാജിൻ ഹൈഡിങ് സച്ച് എ ബിഗ് മൂൺ ബിഹൈൻഡ് സച്ച് എ സ്മോൾ കോയിൻ. കൊള്ളാം, ഇത്തരം വലിയൊരു മൂണിനെ ഒരു ചെറിയ നാണയം വെച്ച് എങ്ങനെ മറക്കും, അതൊന്ന് സങ്കല്പിച്ച് നോക്കാൻ. കാരണം ഇത്ര വലിയൊരു മൂണിലെ അതിനെങ്ങനെയാണ് നമ്മളൊരു കോയിന് വെച്ച് മറച്ച് പിടിക്കുക എന്ന് സങ്കല്പിച്ച് നോക്കുക. വൈ ഡോണ്ട് യു ട്രൈ ടു ഡു ദ സെയിം വിത്ത് എ കോയിൻ. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കോയിന് വെച്ചിട്ട് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണ് കോയിൻ വെച്ചിട്ട് മറച്ച് പിടിച്ച് നോക്കുക. ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് അവേ ഫ്രം ദ ഐ ഡിഡ് യു കീപ് ദ കോയിൻ ടു ഹൈഡ് ദ മൂൺ. എത്ര സെൻറ്റിമീറ്റർ ലോങ്ങിൽ വരെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണടച്ചിട്ട് കോയിൻ വെച്ച് മൂണിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ളത് നോക്കുക. ഓക്കെ, തിങ്ക്. ഡു യു തിങ്ക് ദ മൂൺ ഈസ് ഫ്ലാറ്റ് ലൈക്ക് ദ കോയിൻ ഓർ റൗണ്ട് ലൈക്ക് എ ബോൾ. മൂൺ എന്താണ്, ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു റൗണ്ട്, ഒരു വൃത്താകൃതി പോലെ പരന്നതാണെന്ന് അല്ലെങ്കിൽ ഒരു ബോൾ പോലെയൊക്കെ പരന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹാവ് യു എവർ ലുക്ക്ഡ് കെയർഫുള്ളി അറ്റ് ദ സ്കൈ അറ്റ് നൈറ്റ്. രാത്രി എപ്പോഴെങ്കിലും നല്ല ശ്രദ്ധയിൽ നിങ്ങളെന്ത് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള എന്താ, ഇന്നല്ലെങ്കിൽ നമ്മൾ പൂർണ്ണ ചന്ദ്രല്ലേ, ഒരു കംപ്ലീറ്റ് റൗണ്ടിലുള്ളൊരു ചന്ദ്രനുള്ള ദിവസത്ത് ഒരു കണ്ണടച്ചിട്ട് ഒരു 5 രൂപ കോയിൻ എടുത്തിട്ട് മറ്റേ കണ്ണിൽ പിടിച്ചിട്ട് അടച്ച് നോക്കുക. എത്രത്തോളം ലോങ്ങിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മൂണിനെ മറയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കുക. ഡോണ്ട് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ലുക്ക് മാജിക്കൽ. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്, നല്ല മിന്നുന്ന നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ആൻഡ് സംടൈംസ് ദ മൂൺ ഈസ് സിൽവറി ആൻഡ് ബ്രൈറ്റ്. ചില സമയത്ത് എന്താണ്, നമ്മൾ കാണുന്ന മൂണ് നല്ല സിൽവറി ആയിട്ട് നല്ല വെള്ളി, നല്ല ബ്രൈറ്റ്, നല്ല തിളങ്ങി നിൽക്കുന്ന മൂണിനെ നമ്മൾ നല്ല സിൽവർ കളറിൽ നല്ല ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന മൂണിനെ നമ്മൾ
കാണാറുണ്ട്. വൈൽ സംടൈംസ് ഇറ്റ് ഈസ് നൗ ഹെഡ് ടു ബി സീൻ ഇൻ ദി ബ്ലാക്ക് സ്കൈ. ചിലപ്പോൾ എന്താ കറുത്ത ആകാശത്ത് നമ്മളൊന്നും കാണാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും, രാത്രിയിൽ നല്ല ആകാശത്തേക്ക് നോക്കുക. അപ്പം നമ്മൾ നല്ല മിന്നണ സ്റ്റാർസിനല്ലേ, സ്റ്റാറുകളെ കാണും. അതുപോലെ എന്ത് ചെയ്യും, ചിലപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് നല്ല സിൽവർ കളറിലുള്ള മൂണിനെ കാണും. ചില സമയത്ത് സ്കൈ മൊത്തം ബ്ലാക്ക്, മൂണിനെ നമ്മൾ കാണാതൊക്കെ നിൽക്കാറുണ്ട്. ലുക്ക് അറ്റ് ദ മൂൺ ടു നൈറ്റ് ദ ഡ്രോ വാട്ട് ഈസ് ലുക്ക് ലൈക്ക്. നോക്കിയിട്ട് മൂണ് ടു നൈറ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വരയ്ക്കുക. ലുക്ക് ആൻഡ് ഡ്രോ അഗെയിൻ ആഫ്റ്റർ 1 വീക്ക്. ദെൻ എന്ത് ചെയ്യുക, 1 വീക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പിൽ പിന്നെ എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നത് അത് നോക്കിയിട്ട് വരയ്ക്കുക. ആൻഡ് ദെൻ ആഫ്റ്റർ 15 ഡേയ്സ്, ദെൻ 15 ഡേയ്സ് ആകുമ്പോഴേക്കും അതിന് എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നത് അത് നോക്കി അതും വരച്ച് വെക്കുക. അപ്പം ഇന്ന് എന്ത് ചെയ്യുക, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൈയിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ മൂണിൻ്റെ ഷേപ്പ്, ചില ബ്ലാക്ക് ആണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ദെൻ മൂൺ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് മൂൺ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇന്ന് വരച്ച് വെക്കുക. ദെൻ കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഷേപ്പ് എന്താണോ അതും വരച്ച് വെക്കുക. ദെൻ ഡേറ്റ് ഇട്ട് വെക്കണം. ദെൻ ആഫ്റ്റർ 15 ഡേയ്സ് ആ മൂണിൻ്റെ ഷേപ്പിൽ എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണമാണ് ടുഡേയ്സ് ഡേറ്റിൽ വന്ന മാറ്റം. ഡേറ്റ് ആഫ്റ്റർ 1 വീക്ക്, ഡേറ്റ് ആഫ്റ്റർ 15 ഡേയ്സ്. ആ 3 പിക്ചറും അവിടെ വരക്കുക. ദെൻ ഫൈൻഡ് ഔട്ട് വെൻ ഈസ് ദ നെക്സ്റ്റ് ഫുൾ മൂൺ. ഇനി എന്നാണ് അടുത്ത ഫുൾ മൂൺ ഉണ്ടാവുക? അറ്റ് വാട്ട് ടൈം വിൽ ദ മൂൺ റൈസ് ഓൺ ദി ഡേ. ആ ദിവസത്തിൽ മൂൺ റൈസ് എപ്പോഴാണ്? വാട്ട് ഡസ് ദ മൂൺ ലുക്ക് ലൈക്ക് ഓൺ ദി ഡേ. അപ്പോൾ എങ്ങനെയായിരിക്കും മൂണിനെ കാണുന്നത്? ഡ്രോ ഇറ്റ്. ഇനി അടുത്ത ഫുൾ മൂൺ എന്നാണ് നോക്കുക. ദെൻ അറ്റ് വാട്ട് ടൈം വിൽ ദ മൂൺ റൈസ് ഓൺ ദിസ് ഡേ. ആ ദിവസങ്ങളിൽ മൂണ് റൈസ് ചെയ്യുന്ന സമയം എപ്പോഴാണ്? ഡേ ടൈം. ദെൻ വാട്ട് ഡസ് ദ മൂൺ ലൈക്ക് ഓൺ ദി ഡേ. അന്നത്തെ മൂണിൻ്റെ ഒരു ഡ്രോയും വരക്കുക. ദെൻ സെക്കൻഡ്, വാട്ട് ആർ ദ ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു ദ മൂൺ. മൂണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ നെയിം കണ്ടെത്തിയിട്ട് എഴുതുക. ദെൻ നെക്സ്റ്റ്, അറ്റ് നൈറ്റ് ലുക്ക് അറ്റ് ദ സ്കൈ കെയർഫുള്ളി ഫോർ 5 മിനിറ്റ്. രാത്രി എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്കൈയിലേക്ക് നോക്കിയിട്ട് നന്നായിട്ട് വാച്ച് ചെയ്യുക. വാട്ട് കുഡ് യു സീ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരുപാട് സമയം നോക്കി എന്തൊക്കെ കണ്ടു? നമ്മൾ ഒരുപാട് സ്റ്റാറുകളെ കണ്ടു, മൂണിനെ കണ്ടു, അങ്ങനെ ഒരുപാടല്ലേ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒന്ന് കണ്ടു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, വാട്ട് കുഡ് യു സീ, എന്തൊക്കെ കണ്ടു എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. ഡിഡ് യു സീ എനിത്തിങ് മൂവിങ് ഇൻ ദി സ്കൈ. എന്തെങ്കിലും സ്കൈയിൽ എന്തെങ്കിലും മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക് ഇറ്റ് കുഡ് ബി. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? എ സ്റ്റാർ ഓർ എ ഷൂട്ടിംഗ് സ്റ്റാർ ഓർ എ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് ആർ യൂസ്ഡ് ഫോർ ദ TV, telephone and for weather reports. Find out more about this. Then next, look at the table and tell. ഈ ടേബിൾ നോക്കിയിട്ട് പറയാം. Given below are the times at which the moon rise and set in Delhi. ഓരോ ദിവസത്തെയും മൂൺ റൈസ് ഡൽഹിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്താ, 28 ഒക്ടോബർ 2007 ടൈം ഓഫ് മൂൺ റൈസ് എപ്പോഴാണ്? 1916 മൂൺ സെറ്റ് 8:50. അപ്പോൾ ഓരോ ദിവസത്തിലെ 29th ആയപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നു. 31st ആയപ്പോഴൊക്കെ അതിലോരോ ആ മൂൺ റൈസിലും മൂൺ സെറ്റിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ദെൻ ഓൺ 28th ഒക്ടോബർ ദ മൂൺ കെയിം ഔട്ട് ഡാഷ് മിനിറ്റ്സ് പാസ്റ്റ് ഡാഷ് ഓഫ് ക്ലോക്ക്. അതെപ്പോഴാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ദെൻ 29th ഒക്ടോബർ ദ മൂൺ കെയിം ഔട്ട് അറ്റ് ഡാഷ് മിനിറ്റ് പാസ്റ്റ് ഡാഷ് ഓഫ് ക്ലോക്ക്. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെത് അവിടെ എഴുതി കൊടുക്കാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്,
On 29th October, there was a difference of dash hours and minutes in the time of the moonrise as compared to 28th October. 28th ഒക്ടോബറിൽ നിന്ന് 29th ഒക്ടോബറിലെ മൂൺ റൈസിലെ ഹവേഴ്സ് ആൻഡ് മിനിറ്റ്സ് എന്താണെന്നുള്ളത് ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ്, ഇഫ് യു സോ ദ മൂൺ റൈസ് അറ്റ് 7 PM ടുഡേ, ഇന്ന് 7 PM ടുഡേ നമ്മൾ മൂൺ റൈസിങ് കണ്ടു. വുഡ് യു സീ ഇറ്റ് അറ്റ് ദ സെയിം ടൈം ടുമോറോ? നാളെയും ഈ സെയിം ടൈമിൽ നിങ്ങൾ കാണാൻ കഴിയുമോ? നോ അല്ലേ? ഇല്ല, ഒരിക്കലും എന്തായാലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. On 31st October, the time of setting of the moon is given as 12:03. Have you ever seen the moon at 12 in the afternoon? Why don't we early see the moon or star during the day? അങ്ങനെ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഉച്ചക്കാണ് കാണുന്നത്. വൈ ഡോണ്ട്, എന്തുകൊണ്ടില്ല, വി ഈസിലി മൂൺ ഓർ സ്റ്റാർ ഡ്യൂറിങ് ദ ഡേ, എന്തുകൊണ്ട് മൂണും സ്റ്റാറൊന്നും പകൽ സമയത്ത് നമ്മൾ കാണുന്നില്ല? ദ പോയറ്റ് ഈസ് ആൾസോ റേസിങ് സച്ച് ക്വസ്റ്റ്യൻ ഇൻ ദിസ് പോയം. ഈ പോയത്തിൽ എന്താണ്, പോയറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താ? സ്റ്റാർസ് ആർ ട്വിങ്കിളിങ് ഇൻ ദി സ്കൈ, സ്റ്റാർസ് എന്താണ്, തിളങ്ങുന്നു ഇൻ ദി സ്കൈ. വൈ ഡു ദ ട്വിങ്കിൾ, ടെൽ മീ വൈ. ഹൗ മെനി ക്യാൻ യു സീ, എന്തുകൊണ്ട് അവ തിളങ്ങുന്നു. ടെൽ മീ വൈ, എന്തുകൊണ്ടെന്ന് പറയൂ. ഹൗ മെനി ക്യാൻ യു സീ, എത്ര നിങ്ങൾ കാണുന്നു. സം സീ നിയർ, ചിലത് അടുത്ത് കാണുന്നു. ആൻഡ് സം സീം ഫാർ, ദൂരെ കാണുന്നു. ഇസ് ദർ എ നെയിം സോ ഫോർ എവറി സ്റ്റാർ, എല്ലാ സ്റ്റാറിൻ്റെ നെയിം അറിയോ. ഹൗ മെനി ക്യാൻ യു സീ, എത്രത്തോളം പറയാൻ കഴിയും. ദേ ഷൈൻ സോ ബ്രൈറ്റ് ഇൻ ദി ഡാർക്ക് ഓഫ് നൈറ്റ്, അവൻ ചെയ്യും, തിളങ്ങുന്നു. ഡാർക്ക് ഓഫ് നൈറ്റ്, രാത്രിയുടെ ഇരുട്ടിൽ. വൈ ഡു ദേ ഹൈഡ്, എന്തുകൊണ്ട് അവ ഹൈഡായിരുന്നു. ഇൻ ദി മോർണിംഗ് ലൈറ്റ്, മോർണിംഗ് ലൈറ്റിൽ. ഹൗ മെനി ക്യാൻ യു സീ, എത്രത്തോളം നിങ്ങൾ കാണുന്നു. സം ഷൈനിങ് സ്റ്റാർ വി നോ സോ വെൽ, ബട്ട് എവറി സ്റ്റാർ ഹാസ് എ ടെയിൽ ടു ടെൽ. ഹൗ മെനി ക്യാൻ യു സീ. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫോട്ടോഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്പേസ് ഷിപ്പ് വെൻറ്റ് മൂണ്. എന്താണ് എന്ത് ചെയ്യുക? അപ്പോൾ ചാപ്റ്ററിൽ വളരെ കുറച്ച് നമ്മൾക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് പറയാനുള്ളത്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് തിങ്സ് വിൽ വർക്ക് ഔട്ട്. നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ പറയുന്നത് എന്താ? സുനിത എങ്ങനെ സ്പേസിലേക്ക് പോയി എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ സ്റ്റോറിയാണ് പറയുന്നത്. വെൻ സുനിത വാസ് 5 years old, she saw പിക്ചർ ഓഫ് നീൽ ആംസ്ട്രോങ് ലാൻഡിങ് ഓൺ ദി മൂൺ. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയ പിക്ചർ 5 years old ആയ സമയത്ത് സുനിത കാണുകയാണ്. ഇൻ 1969 നീൽ ആംസ്ട്രോങ് വാസ് ദ ഫസ്റ്റ് മാൻ ടു വാക്ക് ഓൺ ദി മൂൺ. ചന്ദ്രനിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനാണ് നീൽ ആംസ്ട്രോങ്. ലൈക്ക് എനി അതർ ചൈൽഡ്, സുനിത വാസ് ഓൾസോ ഫാസിനേറ്റഡ്. സുനിത ആകെ അത്ഭുതപ്പെട്ടു. Sunita says that when she was a young girl, she really loved sports, especially swimming. She was never looked interested in studies. ഇപ്പോൾ സുനിത എന്താ, വലുതാവുമ്പോൾ ഒരുപാട് ചെയ്യണം സ്വപ്നം കണ്ടു. അവൾക്ക് ഇഷ്ടം എന്തിനോടായിരുന്നു? സ്പോർട്സ്, സ്വിമ്മിങ്ങിനോടൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. ആഫ്റ്റർ ഹൈസ്കൂൾ സുനിത വാണ്ടഡ് ടു ബിക്കം എ ഡ്രൈവർ. ഹൈസ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം സുനിതക്ക് ഒരു ഡ്രൈവർ ആവണമെന്ന് തോന്നി. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് കോഴ്സ് ഇൻസ്റ്റീഡ്. അപ്പോൾ അതിനവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഷീ ബിക്കം എ ഹെലികോപ്റ്റർ പൈലറ്റ്. അവരൊരു ഹെലികോപ്റ്റർ പൈലറ്റായി. വൺ ഡേ ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇഫ് വി സ്റ്റഡീഡ് ആൻഡ് ട്രെയിൻ ഫോർ ഇറ്റ് ഷീ കുഡ് ജോയിൻ സ്പേസ് മിഷൻ. അങ്ങനെ അവരൊക്കെ ഇതായിട്ട് അവർ സ്പേസ് മിഷനിൽ ജോയിൻ ചെയ്തു. ഷീ ഡിഡ് 2007 സുനിത വില്യംസ് സെറ്റ് എ ന്യൂ റെക്കോർഡ് ഫോർ ദി ലോങ്ങസ്റ്റ് സ്പേസ് ഫ്ലൈറ്റ് ബൈ എ വുമൺ. ലോങ്ങസ്റ്റ് സ്പേസ് ഫ്ലൈറ്റ് വുമൺ എന്ന ഒരു റെക്കോർഡ് സുനിത നേടി. ഇതിലെന്താണ് പറയുന്നത്? സുനിത അവരുടെ ലൈഫിലെ ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അച്ചീവ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുനിത ഓഫൻ ഗിവ് ഹെർ ഓൺ എക്സാമ്പിൾ ടു ടെൽ ചിൽഡ്രൻ. സുനിത എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ചിൽഡ്രൻസിന്, കുട്ടികൾക്ക് എന്ത് ചെയ്യുക? അവരവരുടെ തന്നെ അനുഭവം എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇഫ് യു വാണ്ട് സംതിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ബട്ട് യു ഗെറ്റ് സംതിങ് എൽസ്, ഡു നോട്ട് ഗിവ് അപ്പ്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് തിങ്സ് വിൽ വർക്ക് ഔട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വർക്ക് ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ട്
അത് നേടിയെടുക്കുക. ഡു യുവർ ബെസ്റ്റ്. വെൻ സുനിത വാസ് ആസ്ക്ഡ് ബൈ എ ചൈൽഡ് വാട്ട് വുഡ് ഷീ ലൈക്ക് ടു ഡു ഇൻ ദി ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചറിൽ എന്താവുന്ന ഒരു ചൈൽഡിനോട് ചോദിക്കുക. ഷീ ആൻസർഡ്, ഐ വാണ്ട് ടു ബിക്കം എ സ്കൂൾ ടീച്ചർ. എനിക്ക് എന്താവണം? ഒരു സ്കൂൾ ടീച്ചർ ആവണം. സോ ദാറ്റ് ഷീ കുഡ് മേക്ക് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സയൻസ് ആൻഡ് മാത്സ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ടു അവർ ലൈഫ്. then അവരെന്ത് ചെയ്യുക? സയൻസും മാത്സും എങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ക്ലോസ് ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ? വാട്ട് വി ഹാവ് ലേൺഡ്. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? സ്പേസിൽ ഉള്ള ഗ്രാവിറ്റേഷൻ പവർ കുറവും നമ്മുടെ എർത്തിൽ ഗ്രാവിറ്റേഷൻ പവർ കൂടുതലുള്ളതിനെ കുറിച്ചിട്ടും സുനിത സ്പേസിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ടാബിളിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ലുക്ക് അറ്റ് ദ മാപ്പ് ഗിവൺ ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടെൽ എന്ന ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തിങ്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ഡിയർ ചിൽഡ്രൻ, മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ദെൻ നമ്മുടെ 11th ചാപ്റ്റർ ആയിട്ടുള്ള സുനിത ഇൻ സ്പേസ് ചാപ്റ്റർ ഈസ് ഓവർ. ആഫ്റ്റർ വാച്ചിങ് ദ ക്ലാസ്, റീഡ് ഇൻ ദ ലെസൺ കെയർഫുള്ളി, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. ബൈ.